ശ്രീമദ് ഭാഗവതം ക്ലാസ് 78. നമ്മളിത് നോക്കുന്നത് സ്കന്ധം 4 16-ാമത്തെ അധ്യായമാണ്. അത് ഋതുരാജസ്തുതിയാണ്. കഴിഞ്ഞാലും നമ്മൾ കണ്ടത് സ്തുതി പാഠകർ. ഒരു രാജാവ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ സ്തുതി പാഠകരും കയറി വരും അദ്ദേഹത്തെ വാട്ടി പറയാൻ വേണ്ടി. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വിട്ടിട്ടാണ് ഇപ്പം ഇവിടെ രാജാവിൻ്റെ ഒരു സ്തുതി പാഠകർ പറയുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്തെല്ലാം ഇനി നടക്കാൻ പോകുന്നത് എന്ന നിലയിൽ സ്തുതി പാഠകരാണ് പറയുന്നതായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് പൃഥു ആരാണ്? ഒരു രാജാവാണെന്ന് മനസ്സിലായി. പക്ഷേ പ്രജകളൊന്നും ഉണ്ടാകാതെ രാജാവ് എങ്ങനെ ഉണ്ടാകുന്നത്? അല്ലെ ജീവജാലങ്ങൾ ഉണ്ടാകാതെ എങ്ങനെ രാജാവ് ഉണ്ടാകുന്നത്? ഇതുവരെ രാജാവൊന്നും ഉണ്ടായിട്ടില്ല, പ്രപഞ്ചമേ ഉണ്ടായിട്ടില്ല. കുറേ ഗോളങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് 14 ലോകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ജീവജാലങ്ങൾ ഉണ്ടായാലേ രാജാവാവുകയുള്ളൂ. അപ്പോൾ ഇതൊരു രാജാവ് എന്ന് പറയുമ്പോൾ ഒരു രാജാവിന് യഥാർത്ഥ രാജാവിൻ്റെ ധർമ്മം എല്ലാം അതിൽ കൂടി പറയുകയും അതേസമയം ആദിയിലുള്ള രാജാവ് ഏത് രൂപത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പം രാജാവ് ഒരു വ്യക്തിയാകണമെന്നൊന്നുമില്ല, വ്യക്തി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താണുള്ളത്? പ്രപഞ്ചമുണ്ട്, ഭൂമിയുണ്ട്. ഭൂമിയിലാണ് രാജാവ് വരിക. അപ്പോൾ ഭൂമിയും ഉണ്ടായിട്ടുണ്ട്, പൊടിപടലങ്ങളുണ്ട്. ഈ പൊടിപടലങ്ങളിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാകേണ്ടത്. അവരെ ഭരിക്കാനാണ് രാജാവ് വരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പൊടിപടലങ്ങൾ ജീവജാലങ്ങളായിട്ട് മാറുന്നത്? അത് ആധുനിക സയൻസ് എന്തെല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിലൂടെ ചില രാസപ്രവർത്തനങ്ങളിലൂടെ ആമിനോ ആസിഡുകളും അതിൻ്റെ എല്ലാം രാസപ്രവർത്തനത്തിലെ അനുകൂലമായ സാഹചര്യങ്ങളിൽ ചില സയൻസ് പ്രിൻസിപ്പിൾസിൻ്റെ സയൻസാണല്ലോ അവർ പറയുന്നത്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാസപ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിന് ചില ബാഹ്യ ഇൻഫ്ലുവൻസുകൾ, സ്വാധീനങ്ങൾ ഉണ്ടാകുന്നു. ആ സ്വാധീനങ്ങളുടെ ഫലമായിട്ട് അത് RNA എല്ലായിട്ട് മാറുന്നു. ഇങ്ങനെ ഏകകോശ ജീവികളാകുന്നു. ഇങ്ങനെയെല്ലാം പോകുന്നത് എന്ന് സയൻസ് പറയുന്നുണ്ട്. ഈ സയൻസിനാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടക്കാൻ പോകുന്നത്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടി നടക്കണ്ടെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന സയൻസിനെ വേണമെങ്കിൽ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു പരിണാമത്തിലൂടെ ജീവജാലങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം ആ സയൻസിൻ്റെ പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട്. എല്ലാത്തിനെയും ഏകോപിപ്പിക്കാൻ സയൻസ് മാത്രം പോരാ, ഒരു മാനേജ്മെൻറ്റും വേണം. അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം. നമുക്കറിയാം, സാമ്പാറും ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വെണ്ടയ്ക്ക് വെള്ളമെല്ലാം ഉണ്ടാക്കി വെള്ളത്തിലിട്ട് വെണ്ടയ്ക്കിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാറായി മാറുന്നു നമുക്കറിയാം. പക്ഷേ അത് പുസ്തകത്തിലെങ്കിലും എഴുതി വെച്ചോണ്ട് സാമ്പാർ ഉണ്ടാവില്ല. വെണ്ടയ്ക്കെല്ലാം ഇട്ട് ഇങ്ങനെ വെച്ചോണ്ടൊന്നും കാര്യമില്ല. അതിനെല്ലാം കഴുകി മുറിച്ച് ഒരാൾ ആ തരത്തിൽ ഏകോപിപ്പിച്ച് ചെയ്താലേ അത് സാമ്പാറാവുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു മനുഷ്യനെന്നൊരു പ്രേരക ശക്തി ഉണ്ട്. ആ കാലത്ത് മനുഷ്യനുമില്ല. ഏതോ ഒരു പ്രേരക ശക്തി ഈ ഭൂമിയിലുള്ള ഈ രാസവസ്തുക്കളെയെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യോജിപ്പിച്ച് പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രേരക ശക്തി ഇവിടെ സൃഷ്ടിക്രമം ഉണ്ടാക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആ ശക്തി വിശേഷത്തെ നമ്മൾ രാജാവായി കാണുന്നു. അതായത് ഭൂമിയിൽ ജീവജാലങ്ങളെല്ലാം മനുഷ്യ സമൂഹങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ തുടക്കം കുറിച്ച, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കം കുറിച്ച ആ ശക്തി വിശേഷത്തെയാണ് ആദ്യത്തെ രാജാവായിട്ട് പറയുന്നത്. അതാണ് പൃഥു. അതെ, മനുഷ്യൻ്റെ പോലെ രാജാവ് ഉണ്ടായിരുന്ന പിന്നെ ഇനി സൃഷ്ടി നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിൽ.
അപ്പം അവിടെ ഒരു പ്രേരക ശക്തിയാണുള്ളത്. ഇതെല്ലാം പ്രേരക ശക്തിയിലൂടെയാണ് വരുന്നത്. അല്ലാതെ പൃഥ്വി കഥയിൽ വരുമ്പോൾ കണ്ണും മൂക്കെല്ലാം വെച്ചിട്ട് അവതരിപ്പിക്കും. ഇവിടെ പറയുമ്പോഴും അങ്ങനെയെല്ലാം പറയുമെങ്കിലും അത് കഥയാണ്. അതിനെ ആ തരത്തിൽ മനസ്സിലാക്കിയിട്ട് നമുക്കിതിലേക്ക് കിടക്കാം. ഒന്നിലെ മൈത്രേയൻ പറയുകയാണ്, പൃഥുവിൻ്റെ സ്തുതിപാലകരെ പറ്റിയുള്ള വചനാമൃതം കേട്ട് സ്തുതിപാലകർ അദ്ദേഹത്തെ പാടി. അപ്പം പൃഥ്വി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ സ്തുതിപാലകരെ കണ്ടപ്പോൾ കുറേ വാരം അടിച്ചിട്ടുണ്ട്. വായിക്കൊന്നും എല്ലാം അടിച്ചുവിടാം. എല്ലാ സ്ഥലത്തുമുള്ള പരിപാടികളാണ് ഈ സ്തുതിപാലകർക്ക് പൊങ്ങച്ചം വെച്ച് അങ്ങേരെ പറ്റി പാടിപ്പാടുക. അതൊന്നും വേണ്ട, ഉള്ള കാര്യം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ജനത്തിൻ്റെ മനസ്സിലൊന്നുണ്ടാവും ഒരു വല്ലാതെ ജനം തലയാട്ടി സമ്മതിക്കും. പക്ഷെ ഉള്ളിലെന്തായിരിക്കും ഇവൻ ഭയങ്കര സോപ്പടി വീരനാണെന്ന്, ഉള്ളിൽ രാജാവിന് ഈ ഗുണമൊന്നുമില്ല, ഇത് വെറുതെ ഇവൻ പാടുന്നതാണെന്നല്ല, ഉള്ളിൽ പരിഹസിക്കുകയും ചെയ്യുന്നെല്ലാം പറഞ്ഞതാണല്ലോ കഴിഞ്ഞതിൽ കണ്ടത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവർ സ്തുതി വാട്ടിപ്പാടാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ എന്തേ വാട്ടിപ്പാടുള്ളൂ? ഉള്ള കാര്യമേ പറയൂ. എന്നിട്ട് രണ്ടിൽ പറയുന്നു, ദേവശ്രേഷ്ഠനായ ഒരാൾ യോഗമായ ബലത്താൽ ദൈവത്തിൽ ശ്രേഷ്ഠനായ ഒരാൾ, അത് വിഷ്ണു തന്നെയായിട്ടെടുക്കാം, വിഷ്ണു തന്നെ യോഗമായയാൽ അവതരിച്ചുവോ, അദ്ദേഹം തന്നെയാണ് യോഗമായിട്ട്. അതായത് പ്രപഞ്ചത്തിൽ എന്ത് ബ്രഹ്മം തന്നെയാണ് എല്ലാമായി മാറിയത്. അപ്പം വിഷ്ണു തന്നെയാണ് എല്ലാമായി മാറിയത്. അതുകൊണ്ടാണ് അവതാരം എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് വന്നത്. അദ്ദേഹത്തെ എത്ര വർണ്ണിച്ചാലും മതി വരില്ല. ആ ശക്തി വിശേഷത്തെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. കാരണം ഏതോ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്ത് ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിക്ക് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നി, ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിൻ്റെ അനുസരിച്ച് അത് തന്നെ എല്ലാ വസ്തുക്കളായിട്ട് മാറിയിട്ട് അത് തന്നെയാണ് ആദ്യം പ്രപഞ്ച ഗോളങ്ങളെല്ലാമായിട്ട് മാറിയത്. ഇനിയിപ്പം ജീവജാലങ്ങൾ ഉണ്ടാക്കാൻ ഒരു ശക്തിയെ ആക്ട് ചെയ്യുന്ന ആ ശക്തിക്ക് തന്നെയാണ് രാജാവ് എന്നും പറയേണ്ടത്. വേനന്റെ ശരീരത്തിൽ നിന്നും പിറന്ന നിന്തിരുവടിയുടെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ബ്രഹ്മജ്ഞാനികളെ പോലും അമ്പരപ്പിച്ചിരിക്കുന്നു. അതായത് ബ്രഹ്മാദി വിഷ്ണു എല്ലാവരെയും വിജ്ഞാനികളെയും അമ്പരപ്പിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അത് ചിന്തിക്കുമ്പോൾ അന്തം വിട്ടുപോവുകയാണ്. ഏതോ ഒരു ശക്തി ഒരു പ്രപഞ്ചമുണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നെ പലതായി മാറിയിട്ട് അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് അത് തന്നെ എന്തെല്ലോ ചെയ്തു കൂട്ടുകയാണ്. അപ്പം അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക് പോലും, ബ്രഹ്മാദി ദേവതകൾക്ക് പോലും അമ്പരപ്പുളവാക്കുന്ന കാര്യമാണ് ഇത് ഉൾക്കൊള്ളുവാൻ. അത്രയും സങ്കീർണമാണ് ആ സയൻസ്. എന്നിട്ട് മൂന്നിൽ പറയണം, അതാർക്കും വർണ്ണിക്കാനൊന്നും പറ്റില്ല. എങ്ങനെ ഇത് സംഭവിച്ചു, ഏതാണ് ഈ ശക്തി എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവില്ല. നമുക്കറിയാം ഏതോ ഒരു രൂപമില്ലാത്ത ഒരു ശക്തിയിൽ നിന്നാണ് രൂപമുള്ള ഈ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. അത് എന്തിനു വേണ്ടി ഇതെല്ലാം ചോദിച്ചാൽ അത് അത്ഭുതമാണ്. എന്നാലും ഇപ്പം ആർക്കും പിന്നെ ഈ സ്തുതിപാഠകർ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് പറ്റില്ല. എന്നാലും മുനിമാരാൽ പ്രേരിതരായിട്ട് മുനികൾ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രേരിപ്പിച്ചതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശംസനീയമായ കർമ്മങ്ങളെ ഞങ്ങൾ വിവരിക്കുകയാണ്. അപ്പം മുനിമാരാണ് വേദങ്ങൾ എഴുതിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ ശക്തിയെ പറ്റിയെല്ലാം എന്തെല്ലോ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടൊന്നും അതിനെപ്പറ്റി അറിയില്ല. അവർക്ക് പറ്റുന്ന മാതിരി പറഞ്ഞിട്ട് സ്തുതിപാഠകരോട് അത് പഠിച്ച് ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അതിനനുസരിച്ചാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. ഈ നാലില് പറയുകയാണ്, ധർമാനുവർത്തികളുടെ ഇടയിൽ പ്രമുഖനായ ഇദ്ദേഹം. അപ്പം ധർമ്മത്തിനനുസരിച്ച് കർമ്മം, ലോക സൃഷ്ടി, വിഷ്ണു എന്താണോ ചിന്തിച്ച ആ തരത്തിലുള്ള, അല്ലെങ്കിൽ ബ്രഹ്മം എന്താണോ ചിന്തിച്ച ആ ക്രമത്തിലുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ഇദ്ദേഹം. അപ്പം ഇദ്ദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയാൻ കാരണം, ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിക്കെല്ലാം പ്രാധാന്യമുള്ളൂ. ഈ ഭൂമിയിൽ ജീവജാലങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടെ അങ്ങ് കിടക്കും, ആരും അറിയാതെ. അപ്പം ഈ മനുഷ്യരുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഭൂമിക്ക് മഹത്വം വന്നത്.
അപ്പം മനുഷ്യരെയെല്ലാം ഉത്ഭവിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് രാജാവ്. അപ്പം ഇദ്ദേഹം പ്രമുഖൻ തന്നെയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ലോകത്തെ ധർമ്മമാർഗത്തിനനുസരിച്ചുകൊണ്ട് ജനങ്ങളെ സൃഷ്ടിച്ചും പരിപാലിച്ചു എല്ലാം കൊണ്ടും ധർമ്മരക്ഷകനായി വർത്തിച്ചുകൊണ്ടും ധർമ്മത്തെ പരിപാലിക്കുന്നുണ്ട്, രക്ഷിക്കുന്നുമുണ്ട്, അവക്കെതിരായി വർത്തിക്കുന്നവരെ ശാസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ശക്തിവിശേഷം ആ ക്രമം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാൻ പോകുന്നത്. അഞ്ചിൽ പറയാണ്, അദ്ദേഹം ഏകനായി തന്നെ, അവൻ ഏകൻ തന്നെയാണ്. അപ്പം ആദ്യമുള്ള ഭൂമിയിൽ നിന്ന് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പരിവർത്തനത്തിലോ മ്യൂട്ടേഷനോ എന്തിൻ്റെയോ അടിസ്ഥാനത്തിൽ സൃഷ്ടി നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആ പ്രേരക ശക്തി വിശേഷം ആ രാജാവ് ഏകനായിരുന്നു. ദിക്പാലകന്മാരുടെ ശരീരങ്ങളെ അതേത് കാലത്തിനനുസരിച്ച് ഭൂമിയുടെയും സ്വർഗത്തിനും ഗുണപ്രദമാകുമാറ് ഭരിക്കുന്നു. അദ്ദേഹം ദിക്പാലകന്മാർ, ഈ 8 ദിക്കുകളിലെയും ദിക്പാലകരുടെ കർമ്മം ഏറ്റെടുത്തുകൊണ്ട്, അദ്ദേഹത്തെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതാത് കാലത്തിന് യോജിച്ച തരത്തിൽ അദ്ദേഹം കർമ്മം ചെയ്യുകയാണ്. ഓരോ കാലത്തിനും ചെയ്യേണ്ട ജോലി അദ്ദേഹം എന്താണോ ആ ശക്തി വിഭാവനം ചെയ്ത് അതുപോലെ നടപ്പാക്കി കൊണ്ടുപോവുകയാണ്. ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ഗുണത്തിന് വേണ്ടി, ഭൂമിയിലും സ്വർഗത്തിലും, ഭൂമി ഉണ്ടെങ്കിലേ സ്വർഗമുള്ളൂ, ഭൂമിയും മറ്റ് പ്രപഞ്ചത്തിലും എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇനി 6, സമസ്ത ജീവരാശികളിലെയും സൂര്യനെ പോലെ, 6ൽ പറയുകയാണ്, സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ഈ സൂര്യൻ എന്ത് ചെയ്യുന്നത്? വിവേചനമില്ലാതെ അവരിൽ പ്രതാപം ചെലുത്തി. സൂര്യൻ ഒരു വിവേചനവും ഇല്ലാതെയാണ് സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സൂര്യൻ എല്ലാവർക്കും വേണ്ടുന്ന കൊടുക്കുന്നുണ്ട്. ചെടികൾക്ക് എന്ത് വേണം? ഭക്ഷണം പാകം ചെയ്യാനുള്ള വെളിച്ചവും ചൂടുമെല്ലാം വേണം, അത് കൊടുക്കുന്നു. മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നു? മനുഷ്യർക്ക് ശരീരത്തിന് വേണ്ട ചൂട് തരുന്നു, വല്ലതും ഉണക്കാൻ വേണ്ടിയിട്ട് അത് വെയിലത്തിട്ട് കൊടുക്കാൻ വേണ്ടി ഉണക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഓരോ ആൾക്കും അവരവർക്ക് വേണ്ടത് കൊടുക്കുക, ഒരു വിവേചനവും ഇല്ല. അതുപോലെയാണ് സൂര്യൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ പ്രഭാവം ചെലുത്തിക്കൊണ്ട് ധനത്തെ ആർജിക്കുന്നു. ഇവിടെ പലതും ധനം ഉണ്ടാക്കുകയാണ്. ഈ രാജാവാണ് പുതിയ സൃഷ്ടികളെല്ലാം നടത്തിയിട്ട് ചെടികളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം നേതൃത്വം എടുക്കുന്ന ഈ രാജാവായതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ രാജാവാണ്. ധനം ആർജിക്കുന്നു, വേണ്ട കാലത്തിൽ വിതരണം ചെയ്യുന്നു. എന്നിട്ട് വേണ്ട ജനങ്ങൾക്കല്ല, പക്ഷികൾക്ക് വേണ്ടിയിട്ട് ചെടികളെ വളർത്തിയിട്ട് കായ് ഉണ്ടാക്കിയിട്ട് പക്ഷികൾക്ക്, പൂമ്പാറ്റകൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് പൂവുണ്ടാക്കി കൊടുത്തിട്ട് പൂമ്പാറ്റകൾക്ക്, മനുഷ്യരെ സൃഷ്ടിച്ച് മനുഷ്യർക്ക്, ഇങ്ങനെയെല്ലാം ഈ എന്തുണ്ടാക്കുന്നു? ധനത്തെയും ആർജിച്ചിട്ട് വേണ്ട കാലങ്ങളിൽ അത് വിതരണം ചെയ്യുന്നു. ഓരോ കാലത്തിലാണ് മാങ്ങ കായ്ക്കുന്നതിന് ഒരു കാലമുണ്ട്, ചക്ക കായ്ക്കുന്നതിന് ഓരോ കാലങ്ങളുണ്ട്. അതിനനുസരിച്ച് കാലം മാറുന്നതനുസരിച്ച് അതിന് മാറ്റം വരുന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നുണ്ട്, ജനത്തെ പരിപാലിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൽ എല്ലാം സൃഷ്ടിക്കുന്ന ധനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെടികൾ ഉണ്ടാകണം, പഴങ്ങൾ ഉണ്ടാകണം, എല്ലാം ഉണ്ടാകണം. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ആ ശക്തി വിശേഷമാണ്. 7ൽ പറയുന്ന ഭൂമി പോലെ സഹനശീലനും, നല്ല സഹനശീലം ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. കൃപാലുവുമായ പൃഥ്വി ചക്രവർത്തി തലക്കുമേൽ ചവിട്ടിക്കയറുന്ന പാവങ്ങളായ ജീവികളുടെ അക്രമത്തെ പൊറുക്കുന്നു. പാവങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കയറി ചവിട്ടിക്കൊണ്ട് മുകളിലോട്ട് പോയാലും അദ്ദേഹം അത് പൊറുക്കും. അത്രയും, കാരണം ഭൂമിദേവി പൊറുക്കുന്നില്ലേ? നമ്മൾ ഭൂമിദേവിയിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ചവിട്ടി നടക്കുന്നുണ്ട്, പാരയിട്ട് കുത്തുന്നുണ്ട്, എന്നാലും ഭൂമിദേവി എന്ത് ചെയ്യാണ്? സഹിക്കുകയാണ്. അതുപോലെ ഈ രാജാവും പാവങ്ങളായ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ കയറി നിന്നാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, എല്ലാം ക്ഷമിക്കും.
എന്നിട്ട് 8 പറയുന്നു, ഇന്ദ്രൻ വർഷിക്കാതിരിക്കുന്നുവോ, ഇന്ദ്രൻ മഴ പെയ്യുന്നില്ലെങ്കിൽ സങ്കടപ്പെടുന്ന ജനങ്ങളെ ഇന്ദ്രനെ പോലെ രക്ഷിക്കുന്നു. അപ്പം ഇന്ദ്രൻ മഴ പെയ്ച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യത്തിൽ എന്തുണ്ടാവും? മഴ പെയ്ച്ചില്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ സാധാരണ രാജാവാണ് എന്ത് ചെയ്യുന്നത്? വെള്ളമെല്ലാം, അല്ലെങ്കിൽ ഭരണാധികാരികളാണ് ടാങ്കറിൽ വെള്ളമെല്ലാം കൊണ്ട് കൊടുക്കുന്നത്. അതുപോലെ ഈ രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്ക്കുന്നില്ലെങ്കിലും ജനത്തെ എങ്ങനെയല്ലോ രക്ഷിക്കുന്നുണ്ട്. ജനത്തെയെല്ലാം അവിടെ നിന്ന് എങ്ങനെയല്ലോ നീക്കി വേറെ എടുത്ത് കുഴിച്ച് വെള്ളം എടുക്കാനെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൃത്രിമമായിട്ട് മഴ പെയ്ക്കാനുള്ള വഴിയെല്ലാം മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർപ്പിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് വെള്ളം ഉണ്ടാക്കും. ഇതെല്ലാം എങ്ങനെയല്ലോ മഴയില്ലാത്ത സ്ഥലത്ത് ജീവിക്കും. മരുഭൂമിയിൽ പോലും മനുഷ്യർ ജീവിക്കുന്നില്ല, അടച്ചെടികൾ വളരുന്നില്ല. അപ്പം ഇന്ദ്രൻ മഴ പെയ്യിപ്പിച്ചിട്ടില്ലെങ്കിലും ജീവജാലങ്ങളെയെല്ലാം അദ്ദേഹം സംരക്ഷിക്കും. മരുഭൂമിയിൽ മഴ പെയ്യാതെടുത്ത് ചെടികൾ വളരുന്നു, അത്ഭുതമല്ലേ ഇത്? കാരണം അതിനുള്ള വഴികളെല്ലാം ആ രാജാവ് കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. അത്തരം ചെടികൾ അവിടെ ഉൽപ്പാദിപ്പിക്കും. മഴയില്ലാത്തടുത്ത് ഒരു പ്രത്യേകതരം ചെടീനെ വളർത്തും, നല്ല മഴയുള്ളിടത്ത് വേറൊരു തരം ചെടി വളരും. അപ്പോൾ ഇന്ദ്രൻ മഴ പെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് ഇദ്ദേഹം വേറെ തരം ചെടികളെല്ലാം ഉണ്ടാക്കിയെടുത്തോളും, അതിന് യോജിച്ച തരത്തിൽ. എന്നിട്ടോ കാരണം എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അദ്ദേഹം രാജശരീരം പോണ്ട ശ്രീഹരി തന്നെയാകുന്നു. ആ ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ ശ്രീഹരി തന്നെയാണ് ഈ രാജാവിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഇന്ദ്രനെ പോലെ സൃഷ്ടിച്ച അദ്ദേഹമാണ്, മഴ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള സയൻസ് എല്ലാം അദ്ദേഹം തന്നെയാണ്. പിന്നെ അങ്ങേക്ക് മനുഷ്യരെ ജീവിപ്പിക്കാനൊന്നും വലിയ പാടൊന്നും ഇല്ല. 9 പറയാണ്, ഇദ്ദേഹം സ്നേഹവീക്ഷണത്തോടെയും മന്ദഹാസത്തോടെയും നല്ല സ്നേഹമായ നിലയിലാണ് ലോകത്തെ പരിപാലിക്കുന്നത്. മന്ദഹാസത്തോടെ പൂർണ്ണ ചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടി ചിരിക്കുമ്പോൾ ലോകം തന്നെ ആഹ്ലാദിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ലോകം അത്തരം സുന്ദരമാണ്. ആ സുന്ദരമായ ലോകത്തെ സൃഷ്ടിക്കുന്നതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷമാണ് ഈ ഋതു. 10 പറയാണ്, ഇവൻ വരുണനെ പോലെ രഹസ്യ പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ട് അവ്യക്തമായ മാർഗത്തെയും ആഴത്തിലുള്ള ആശയത്തോടെയും അളവറ്റ മഹിമയോടും കൂടി ഏകാശ്രയമായവനായി ഭവിക്കുന്നു. അവനാണ് എല്ലാവർക്കും ആശ്രയം. ആ ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷത്തിലാണ് നിന്നാണ് ഇവിടെ ജാലങ്ങളും ചെടികളും എല്ലാം രാസപ്രവർത്തനത്തിലൂടെ ഉണ്ടായത്. അപ്പം അദ്ദേഹത്തെ മാത്രമാണ് ആ ഉണ്ടാകുന്ന വസ്തുക്കളെല്ലാം ആശ്രയിക്കുന്നത്. ഏതിനെ പോലെ? വരുണനെ പോലെ. എന്തുകൊണ്ടാണ് വരുണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർബിറ്റാണെന്നറിയാം. ഓർബിറ്റുകൾ കൂടി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചങ്ങൾ ഉണ്ടായത്, കെമിസ്ട്രിയിൽ പറഞ്ഞ മാതിരി. അപ്പോൾ ഈ പ്രപഞ്ചമുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർബിറ്റുകൾ, ആറ്റങ്ങളുടെ ഓർബിറ്റുകൾ പരസ്പരം കൂടി ചേർന്നിട്ടാണ് പലതരം വസ്തുക്കളെല്ലായിട്ട് മാറിയത്. അപ്പോൾ ആ ഓർബിറ്റിൻ്റെ പ്രാധാന്യമാർഗമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഈ ഋതുവിന് കൊടുത്തിരിക്കുന്നത്. അവൻ ഏകാഗ്രമായിട്ട് വരുണനെ പോലെ രഹസ്യ പ്രവർത്തനമാണ്. വരുണൻ്റെ എല്ലാം പ്രവർത്തനം എങ്ങനെയാണ്? രഹസ്യമാണ്. അത് കെമിസ്ട്രി എല്ലാം പഠിച്ചാലേ ഓർബിറ്റിൻ്റെ പ്രാധാന്യം അവ്യക്തമാണ്. അവ്യക്തമായ മാർഗത്തിലൂടെ അതെല്ലാം നല്ല സയൻസ് എല്ലാം പഠിച്ചാലും മാത്രമേ ഈ പ്രപഞ്ചം എങ്ങനെ ആറ്റങ്ങൾ ഓർബിറ്റുകൾ ഇങ്ങനെ കൂടി ചെയിനായിട്ട് യോജിപ്പിച്ച് കോർത്തിട്ട് പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നെല്ലാം കെമിസ്ട്രീൻ്റെ ഡീപ്പായിട്ട് പഠിച്ചാലേ പറ്റുകയുള്ളൂ. അപ്പോൾ അത് അത്രയും രഹസ്യമാണ്. അത് അവ്യക്തമായ മാർഗത്തിലൂടെയാണ് വരുണൻ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ആ വരുണൻ്റെ സ്ഥാനം, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ആര്? നീ ഇങ്ങനെയെല്ലാം യോജിച്ചിട്ട് ഇന്ന ചെടികളായി മാറും, ഇന്ന മരങ്ങളായി മാറും, ഇന്ന മനുഷ്യരായി മാറും, ഇന്ന ജീവികളായി മാറും എന്നെല്ലാം പറഞ്ഞിട്ട് ആ ആറ്റങ്ങളെ വരുണനിലൂടെ യോജിപ്പിച്ചിട്ടാണ് ആദ്യത്തെ അമിനോ ആസിഡുകളും
RNAയും DNA എല്ലാമായിട്ട് മാറിയത്. ആ സയൻസിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷം. 11. വേനനാകുന്ന അരണിയിൽ നിന്നും ഉത്ഭവിച്ച അഗ്നി വേനനാകുന്ന അരണി. ആ ഇവനെവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ആ പ്രകൃതിയിൽ നിന്ന് എന്തിനോ കടഞ്ഞിട്ടാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത് ഏതോ ഒരു സാധനം. അതിനാണ് വേനൻ എന്ന് പറയുന്നത്. ആ വേനനെ കടഞ്ഞിട്ടാണ് ഈ ശക്തിവിശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശക്തിവിശേഷം മരം കടഞ്ഞിട്ടാണല്ലോ അതിനകത്ത് അഗ്നി വരുന്നത്. അപ്പോൾ ഈ ശക്തി, ആ അഗ്നിയാണ് ആര്? അഗ്നിക്ക് സമാനമാണ്. 2 കമ്പൊരച്ചാൽ കിട്ടുന്ന അഗ്നിക്ക് സമാനമാണ്. ആ അഗ്നിയാണ് ബാക്കി എല്ലാ അടുപ്പെല്ലാം കത്തിച്ചിട്ട് ബാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ആ ഒരു സ്ഥാനമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഈ പൃഥ്വിന് കൊടുത്തിരിക്കുന്നത്. അത് അകലെയാണെങ്കിലും അടുത്തായാലും അകലെ ഉള്ളതുപോലെ ദുഷ്പ്രാപ്യമാണ്. ആ ശക്തിയെ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും, നമ്മളെ സൃഷ്ടിക്കുന്നതിനെല്ലാം പിന്നിൽ അതുണ്ടെങ്കിലും അതിനെ അപ്രാപ്യമാണ്. നമുക്കതിന് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ ആദ്യത്തെ പൊടിപടലങ്ങളിൽ നിന്ന് രാസപ്രവർത്തനത്തിലൂടെ അതിനെയെല്ലാം ഏകോപിപ്പിച്ച് അമിനോ ആസിഡുകളും ആ ഏകോപ ജീവികളാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തിവിശേഷം അതാണ് നമ്മളായി മാറിയത്. അപ്പം നമ്മളെ കൂടെ തന്നെ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അകലെ ഉള്ളതുപോലെ അതിനെ നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. അതേസമയം സഹിക്കുവാൻ വയ്യാത്തതും പരാജയപ്പെടുത്തുവാൻ കഴിയാത്തതുമാണ്. അതിനെ നമുക്ക്, അതിൻ്റെ ആ ശക്തിവിശേഷത്തെ നമുക്ക് സഹിക്കാൻ പോലും പറ്റില്ല ചിലപ്പോൾ. അത്രയും ഭയാനകമാണ്. അതേസമയം അതിനെ പരാജയപ്പെടുത്താനും ആർക്കും, ആ ശക്തിവിശേഷം അത്രയും ഭയാനകമാണ്. അതിനെ നമുക്ക് പരാജയപ്പെടുത്താനും പറ്റില്ല. ഇനി 12 പറയുന്നു, ജീവരാശികളുടെ അകത്തും പുറത്തുമുള്ള ചേഷ്ടകളെ. അപ്പോൾ ഓരോ ജീവജാലങ്ങളിലും ഉള്ളിലുള്ള ചേഷ്ടകൾ, നമ്മൾ കാണിക്കൂട്ടുന്ന എല്ലാ ചേഷ്ടകളും ചാരന്മാർ മൂലം കണ്ടറിയുന്നവനും. രാജാവ് സാധാരണ മനസ്സിലാക്കുന്ന ചാരന്മാരെ പോലെയാണ്, ചാരന്മാരെ വിട്ടിട്ടാണ്. അതേപോലെ ഇവനെന്ത് കാര്യമുണ്ട്? എല്ലാ ജീവജാലങ്ങളിലും മനസ്സിലും എല്ലാം നടക്കുന്ന സംഗതികൾ ഇവന് നല്ലോണം അറിയാം. അവൻ അറിയാതെ ഒരു കാര്യവും നടക്കുന്നില്ല. അതേസമയം അവൻ നിർവികാരനാണ്. ശരീരങ്ങളുടെ സൂത്രധാരനാണ്. നമ്മുടെ ശരീരങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്ത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ സൂത്രധാരനാണ്. പ്രാണവായു പോലെ സ്തുതികളിലും നിന്ദകളിലും ഒന്നും വീഴാത്തവനാണ്. നമ്മുടെ പ്രാണൻ എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും നമ്മളെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന് സ്തുതിയിലും താല്പര്യമില്ല, നിന്ദിച്ചാലും താല്പര്യമില്ല. നമ്മളെ നിന്ദിച്ചാൽ നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ശക്തി ഏതാണ്? ശ്വാസമാണ്. ശ്വാസത്തിന് അതിന് കാര്യമൊന്നുമില്ല, അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവൻ തല്ലിപ്പൊളിയാണ്, ഇവൻ്റെ ആരോഗ്യമില്ല എന്ന് പറഞ്ഞാലും നമ്മളെ ശ്വാസം ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. അത് സ്തുതിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അത് നോക്കുന്നില്ല. അതുപോലെ ഈ ശക്തിവിശേഷം, ഇങ്ങനെയൊരു ശക്തിവിശേഷമുണ്ട്. അതാണ് സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തിവിശേഷം. അതാണ് പ്രജകളുടെ ആദ്യത്തെ രാജാവായ പൃഥ്വി. 13 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ദണ്ഡ്യന്മാരെ യമധർമ്മനെ പോലെ ദണ്ഡി. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കേണ്ടവരെ യമധർമ്മന് പിന്നെ ആര് എന്ന് നോക്കലൊന്നുമില്ല, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക. അതുപോലെ അത്രയും നീതിമാനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഉപദേശവും കൂടി തരികയാണ്. പക്ഷേ അതേ സമയം അവിടെ എല്ലാ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. അല്ലാതെ അവിടെ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ആ ഫലത്തിന് പ്രപഞ്ചത്തിൽ സയൻസിന് എന്തേ ഉള്ളൂ? സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ പരിവർത്തനം ചെയ്തെടുക്കുക. ആദ്യത്തെ ചെടികളെയെല്ലാം പരിവർത്തനം, മനുഷ്യരെയെല്ലാം പരിവർത്തനം ചെയ്ത് സയൻസിലൂടെ. അതിൽ പിന്നെ വേറെ തെറ്റൊന്നുമില്ല. അതിന് തടസ്സമായി നിൽക്കുന്നവരെയെല്ലാം എന്ത് ചെയ്യും? തട്ടിമാറ്റും. പിന്നെയോ വിരോധികളുടെ പുത്രനായാലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
അവനെ ദണ്ഡിക്കില്ല. ഇപ്പം നമുക്ക് ശത്രുവാണ്, ശത്രുവിൻ്റെ പുത്രനാണെന്ന് വെച്ചോ, അവനെ തെറ്റ് കണ്ടാലും നമ്മൾ കൈമ കിട്ടിയാലും തെറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവൻ ദണ്ഡിക്കൊന്നുമില്ല. സ്വപുത്രനാണെങ്കിൽ പോലും, സ്വന്തം പുത്രൻ തന്നെയാണെങ്കിൽ പോലും ദണ്ഡനത്തിനിരയേണ്ടവനാണെങ്കിൽ ദണ്ഡിക്കും, തെറ്റ് ചെയ്തവനാണെങ്കിൽ അവനെ ശിക്ഷിക്കും. ഇതിൻ്റെ 14 പറയാണ്, ഇവൻ്റെ ശാസനപരിധി സൂര്യരശ്മി ഏൽക്കുന്നിടത്തോളം വരെയാണ്, അതെന്നും നിലനിൽക്കുകയും ചെയ്യും. അതായത് ഈ പ്രപഞ്ചത്തിൽ സൂര്യരശ്മി എവിടെയെല്ലാം ഏൽക്കുന്നു, അതായത് ഭൂമിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സൃഷ്ടിയെ നടത്താൻ പോകുന്നത്. സൂര്യൻ്റെ ആ രശ്മിയുടെ ബലത്താലാണ് ഇവിടെ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സൂര്യൻ്റെ രശ്മി പതിക്കുന്ന ഭൂമിയിലാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. സൂര്യൻ്റെ രശ്മി പതിക്കുന്നിടത്ത് മാത്രമാണ് ഈ സൃഷ്ടി, ഇനിയുള്ള സൃഷ്ടിക്രമത്തെ അദ്ദേഹം ആ ശക്തി സൃഷ്ടിക്കാൻ പോകുന്നത്. അത് ഇവിടെ മാത്രമല്ല സൂര്യനുള്ളത്, ആകാശത്തിലുള്ള എല്ലാ സൂര്യന്മാരാണ്. അവിടെ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി ആ പരിധിയിലാണ്, അവിടെയാണ് ഏൽക്കുന്നിടം വരെയാണ് അവൻ്റെ പരിധി. അതെന്നും നിലനിൽക്കുകയും ചെയ്യും. ആ ശക്തി വിശേഷം സൃഷ്ടി അവസാനം വരെ നിലനിൽക്കും. 5 ഇവൻ്റെ പ്രവൃത്തി മനസ്സിനെ രഞ്ജിപ്പിക്കുന്നതാകിയാൽ അതുകൊണ്ടാണ് രാജാവ് എന്ന പേര് വന്നത്. അവൻ്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുമ്പോഴും മനസ്സിനെ അത് രഞ്ജിപ്പിക്കും. അതുകൊണ്ട് മനുഷ്യരെല്ലാം അവനെ എന്ത് വിളിക്കുന്നു? രാജാവ് എന്ന് വിളിക്കുന്നു. അത്രയും ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്. ഓരോ എല്ലാ പഴുതും അടച്ചുകൊണ്ട് ഒരധർമ്മവുമില്ലാതെ സൃഷ്ടിക്രമത്തെ അവൻ ഭൂമിയിൽ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. ആ ശക്തി വിശേഷം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 16 പറയുന്ന അവൻ വ്രതദാർഢ്യം, അതായത് വ്രതങ്ങളിൽ നിന്ന് തെറ്റാതെ നിൽക്കും. സത്യസന്ധതയാണ്. വേദത്തിലും വേദജ്ഞരിലും വിശ്വസിക്കുന്നു. ആ ശക്തി വിശേഷം ഏതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? വേദത്തിൽ പറയുന്ന ശാസ്ത്രതത്വത്തിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക സയൻസും ശാസ്ത്രജ്ഞന്മാരും മനുഷ്യരിൽ ജീവജാലങ്ങളിൽ ആദ്യത്തെ ജീവി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നോക്കുമ്പോൾ സയൻസിലൂടെയാണ് അവർ പോകുന്നത്. ആദ്യം കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു, ചില പ്രേരക ശക്തികൾ ഉണ്ടാകുന്നു. അനുകൂലമായ പ്രേരക ശക്തികളിലൂടെ അത് അമിനോ ആസിഡുകളായിട്ടും DNA, RNA, DNA ഇതെല്ലാമായിട്ട് പരിവർത്തനം ചെയ്തിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയ സയൻസിലൂടെയാണ് വിവരിക്കുന്നത്. അത് തന്നെയാണ് വേദങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയൻസാണ്. ആ വേദതത്വത്തിനനുസരിച്ച് മാത്രമേ ആ ശക്തി വിശേഷം പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ വേദത്തിലും വേദജ്ഞരിലും വിശ്വസിക്കുന്നു. സർവജനങ്ങൾക്കും അതുപരമായി ഉണ്ടാകുന്ന എല്ലാ ജീവജാലങ്ങളും അവനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. അതിനുള്ള അർഹതവനുണ്ട്. കാരണം അവൻ തന്നെയാണ് ഈ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചെടികൾ നട്ടി വളർത്തുന്നുണ്ടെങ്കിൽ, ഒരു പട്ടിയോ പൂച്ചയോ എല്ലാം നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളെയാണ് ആശ്രയിക്കുന്നത്. കാരണം അതിൻ്റെ പൂർണ്ണ സംരക്ഷണം നമ്മളുടേതാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബഹുമാനമേൽക്കും. എല്ലാ ജനങ്ങൾക്കും അതിൻ്റേതായ ബഹുമാനം അത് നൽകുന്നു. ആ സൃഷ്ടിക്ക് നടക്കുന്ന ശക്തി വിശേഷത്തിന് നമ്മൾ എല്ലാവരും തുല്യരാണ്. വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ബ്രഹ്മമാണ്, എല്ലാവരും തുല്യരാണ്. കർമ്മം ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് പല മാതിരിയിരിക്കും. ഇപ്പം നമ്മൾക്ക് അടുക്കളയിൽ വെക്കുന്ന മേശ ഒരുമാതിരി പരുക്കനായിരിക്കും. എന്നാലും നമ്മൾ TV എല്ലാം വെക്കുന്ന മേശയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്? അടുക്കളയിലെ മേശകൾ പരുക്കനായിരിക്കണം. എന്തെങ്കിലും അടിക്കുകയും പിടിക്കുകയെല്ലാം ചെയ്താൽ പെട്ടെന്ന് ഉടഞ്ഞൊന്നും പോകരുത്. പിന്നെ അതിന് ഭംഗി ആവശ്യമൊന്നുമില്ല, പുകയെല്ലാം പിടിച്ചിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല. പക്ഷെ എന്ത് പറ്റരുത്? പൊട്ടിപ്പോകരുത്. നേരെ മറിച്ച് TV വെക്കുന്ന സ്ഥലത്ത് അവിടെയൊന്നും കയറിയാൽ ആരും തട്ടാനും മുട്ടാനും ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് നല്ല ഭംഗിയിലുണ്ടാക്കാം. പക്ഷേ നമ്മളൊരു പേനക്കത്തി എടുത്ത് വരച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വര വീണ് പോകും. പക്ഷേ അടുക്കളയിലെല്ലാം അങ്ങനത്ര പെട്ടെന്നൊന്നും പറ്റില്ല. അപ്പം അതിന് ബലം കുറവാണ്, പക്ഷേ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഓരോ ആവശ്യത്തിനനുസരിച്ച് മനുഷ്യർ ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് മനുഷ്യർക്ക് തന്നെ പലതരം കർമ്മങ്ങൾ ചെയ്യാൻ അതിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയിട്ട് അതിൽ വേറെ കാര്യമൊന്നും ഇല്ല. എല്ലാം ഒരുപോലെയാണ്. ദീനന്മാരിൽ വാത്സല്യമുള്ളവരുമാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭരണാധികാരികൾ ദൂഷിച്ച് സാധാരണ ജനങ്ങളെ, പാവം ജനങ്ങളെ പീഡിപ്പിക്കുമ്പോൾ
അവൻ വന്നിട്ട് എന്ത് ചെയ്യും? ആ വ്യവസ്ഥിതിയെ മുഴുവൻ തട്ടിമാറ്റി ആ രാജാക്കന്മാരെ മുഴുവൻ കൊന്നിട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ദുർഭരണാധികാരികളെ മുഴുവൻ കൊന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ രാമനായിട്ട് വന്നിട്ട് കൊളോണിയലിസത്തെ മുഴുവൻ തച്ചുടച്ചു. മൂന്നാം ലോകമഹായുദ്ധത്തിൽ ചൂതുകളിയുടെ രോഗത്തിൽ മഹാഭാരത യുദ്ധത്തിലൂടെ ഇനി എല്ലാ ധർമ്മികളെയും ചൂതുകളി നടത്തിയിട്ട് നല്ല ആൾക്കാരെ, പാണ്ഡവരെ കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനെത്തും. എന്നിട്ട് അവരെല്ലാം കൊന്നൊടുക്കുക തന്നെ. ഈ ചൂതുകളിക്കാരെ മുഴുവൻ വെച്ചേക്കൊന്നുമില്ല. എന്നിട്ട് 17 പറയാണ്, അന്യസ്ത്രീകളിൽ അമ്മേ എന്ന പോലെയുള്ള ഭക്തിയുള്ളവൻ. നമ്മൾ അമ്മയെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെയാണ് അന്യസ്ത്രീകളെ എല്ലാവരും കാണുന്നത്. ഭാര്യയെ എന്തായിട്ട് കാണും? അർദ്ധഭാഗമായിട്ട് കാണും. എൻ്റെ ഒരു പകുതി ഭാഗമാണത്. പകുതി ഭാഗത്തെ പിന്നെ നമുക്ക് വിവേചനമൊന്നുമില്ല. അതുവഴിയാണ് ഭാര്യയെ കാണുക. പ്രജകളിൽ പിതാവിനെ പോലെ സ്നേഹമുള്ളവൻ. അതായത് ആദ്യം നടത്തുന്ന ആ സൃഷ്ടിവിശേഷം, പ്രപഞ്ചത്തിൽ നിന്ന് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിൽ എല്ലാത്തിനും ഒരേപോലെയാണ് പരിപാലിക്കുക. നമ്മളിപ്പോൾ ഒരു തോട്ടത്തിൽ പലതരം ചെടി നടിയാണ്. ചീര നടിയാണ്, വെണ്ട നടുകയാണ്, നേരെ മറിച്ച് നല്ല വിലയുള്ള കോളിഫ്ലവർ വെക്കുകയാണ്. നമ്മൾ എല്ലാത്തിനും അതിൻ്റേതായ പരിചരണം കൊടുക്കും. അല്ലാതെ ഇത് കോളിഫ്ലവറാണ്, ചീര ഇതിൽ കുറച്ച് അതൊന്നുമല്ല. എല്ലാത്തിനും ഒരേ പരിചരണം കൊടുക്കും. വേദജ്ഞരുടെ ഭൃത്യനുമാണ്. വേദജ്ഞരുടെ, ജ്ഞാനം തികഞ്ഞവരുടെ ഭൃത്യനാണ്. കാരണം ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രജകളെയെല്ലാം, എല്ലാ ചരാചരങ്ങളെയും, ജീവജാലങ്ങളെയും, ചെടികൾ, മൃഗങ്ങൾ, മനുഷ്യരെയെല്ലാം സൃഷ്ടിച്ചത്, സംരക്ഷിച്ചത് ആ ശക്തിവിശേഷമാണ്. ബൈബിളിൽ പറയാണ്, ഇവൻ ജനങ്ങൾക്ക് ജീവൻ പോലെ അതിപ്രിയനാണ്. നമുക്ക് നമ്മളുടെ ഏറ്റവും പ്രിയൻ ആരാണ്? നമ്മളെ ജീവൻ തന്നെയാണ്. അപ്പം നമ്മളെ ജീവനെ പോലെ തന്നെയാണ് നാം അതിനെ കാണേണ്ടത്. കാരണം നമുക്ക് ജീവൻ നൽകിയത് ആ ഒരു ശക്തിവിശേഷമാണ്. ഈ ലോകത്തിൽ ജീവജാലങ്ങൾ ഉണ്ടായത് ആ ശക്തിയിൽ നിന്നാണ്. ആ ജീവജാലം ഉണ്ടായതിന് പിന്നിൽ, സയൻസിലൂടെ ജീവജാലങ്ങൾ ഉണ്ടായതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി തന്നെയാണ്. അതിനെ എന്തായിട്ട് തന്നെ കാണണം? നമ്മുടെ ജീവനായിട്ട് തന്നെ കാണണം. അവൻ ബന്ധുമിത്രാദികളിലെല്ലാം ആഹ്ലാദം ചൊരിയും. അസജ്ജനങ്ങളിൽ യമന് തുല്യനാണ്. ആരെങ്കിലും നീതി ലോകത്തിന് തടസ്സമായി എന്തെങ്കിലും ഈ സൃഷ്ടി പ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്നതിനെല്ലാം അടിച്ചു കളയും. യമന് തുല്യമാണ്. വിഷയാസക്തി വിട്ട യോഗികളിൽ, വിഷയം ഒന്നിനും താല്പര്യമില്ലാതെ നിർഗുണമായി ഈ പ്രപഞ്ചത്തെ തന്നെ തിരിച്ചു നിൽക്കുന്നവരിൽ ആസക്തിയുള്ളവനാണ്. അവനിലാണ് അവൻ സ്ഥിതി ചെയ്യുന്നത്. അവനിലാണ് അവൻ്റെ ആസക്തി. അവൻ ബ്രഹ്മസമാനമാണ്. അവൻ ബ്രഹ്മത്തിലാണ് ആകെ ആസക്തി അവനുണ്ട്. ആ ബ്രഹ്മം തന്നെയാണ് അവൻ ആയി മാറിയത്. പക്ഷേ ഭൗതിക ലോകത്തിലാണ് അവൻ്റെ ആക്ടിവിറ്റീസ്. ഇനി 19 യാതൊരുവൻ, അതായത് ഇവനെ പറ്റി തന്നെയാണ് പറയുന്നത്, അവിദ്യാരൂപത്തിൽ പ്രതിഭാസിക്കുകയാണ്. ആ ബ്രഹ്മം തന്നെയാണ്, ശ്രീഹരി തന്നെയാണ് അവിദ്യാരൂപത്തിൽ, അതായത് മോഡേൺ സയൻസിൻ്റെ രൂപത്തിൽ ഒരു ബലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ട് ഈ സൃഷ്ടിയിലെല്ലാം പങ്കെടുക്കുന്ന ഈ പൃഥ്വി. അവൻ ഒരു കണക്കിന് അർത്ഥമില്ലാത്തതാണ്, മായയാണ്. അർത്ഥമില്ലാത്തതാണെങ്കിലും ആ നിർവികാരനായ പരമാത്മാവ് ഇവിടെ അവതരിച്ചിരിക്കുന്നു. അത് ഈ മായായിട്ടുണ്ടാകുന്നതിലൊന്നും അർത്ഥമില്ല. വെറുതെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുന്നു, കളിക്കുന്നു, എന്നിട്ട് അടിച്ചു പൊളിക്കുന്നു, പിന്നെ ഉണ്ടാക്കുന്നു, കളിക്കുന്നു. അപ്പോൾ ഒരർത്ഥമില്ലാത്ത പ്രവൃത്തി തന്നെയാണ്. എങ്കിലും അവൻ നിർവികാരനായിട്ട് തന്നെ ഇവിടെ അവതരിച്ചിരിക്കുന്നു. അവൻ നിർവികാരനാണ് എങ്കിലും അവൻ ഈ പൃഥ്വിയായിട്ട് അവതരിച്ചിരിക്കുന്നു. അതിനാൽ ഇവൻ ത്രിഗുണാത്മകമായ പ്രകൃതിയുടെ നിയന്താവാണ്, ആയ സർവേശ്വരനാണ്. അതായത് ത്രിഗുണങ്ങളിലൂടെയാണ് സത്വരജോ തമോ ഗുണം, ഈ 3 ന്യൂട്ടൻ്റെ 3rd ലോയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചമായി മാറിയത്. മായയുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചമായി മാറിയിട്ട്
അത് ആ പ്രപഞ്ചത്തിൻ്റെ നേതാവായ അവൻ ആര് തന്നെയാണ്? സർവേശ്വരൻ തന്നെ ആണ്. ആ ശക്തിവിശേഷം തന്നെയാണ് ഇവിടെ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന്, സയൻസിലൂടെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തി. 20 പറയുന്നു, അതുല്യ പരാക്രമിയായ ഇവൻ ഉദയഗിരി മുതൽ ബ്രഹ്മാണ്ടത്തെ ആകെ സംരക്ഷിക്കുന്നു. ആ ഉദയം ചെയ്യുന്ന പർവ്വതത്തിൽ നിന്ന് തുടങ്ങി ലോകപ്രളിച്ചം എവിടെയെല്ലാം എത്തുന്നു അവിടെ മുഴുവൻ, ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ സൂര്യൻ്റെ പ്രകാശം എവിടെയെല്ലാം എത്തിച്ചേരുന്നു ഉദിച്ചിട്ട് ആ സ്ഥലത്തെല്ലാം അവൻ എത്തിച്ചേരുന്നു. വില്ലേന്തി വിജയം വരിച്ചുകൊണ്ട് സൂര്യനെ പോലെ ഭൂമിയെ വലയം വെച്ച് പര്യടനം ചെയ്യുന്നു. ആ ശക്തിവിശേഷം സൂര്യനെ പോലെ ഭൂമി മുഴുവൻ സഞ്ചരിക്കുകയാണ്. സൂര്യനാണ് ഇവിടെ ജീവജാലങ്ങളെയെല്ലാം ഉണ്ടാകുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനെല്ലാം പിന്നിലുള്ള പ്രവൃത്തി ആ സൂര്യനാണ്. അത് രാത്രിയും പകലുമായിക്കൊണ്ട് ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചുകൊണ്ട്, ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ഭൂമി. സയൻസിൽ അങ്ങനെ പറയാൻ പറ്റും. ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. പക്ഷേ വിത്ത് റെസ്പെക്ട് ഭൂമി ആയിട്ടാണ് സയൻസിലൂടെ കണക്കാക്കുക. ആ നിലയിൽ സൂര്യൻ ഭൂമിയുടെ എല്ലാ വശത്തിലും വെളിച്ചം വീശിക്കൊണ്ട് ചുറ്റും കറങ്ങുന്നത് പോലെ. അപ്പം സൂര്യൻ തന്നെയാണ് ഈ രാജാവെന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. സൂര്യനെ രാജാവായിട്ടും ജ്യോതിഷത്തിൽ പറയും. അപ്പം സൂര്യനിൽ നിന്നുള്ള പ്രേരണ ശക്തിയാലാണ് ഇവിടെ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രേരക ശക്തി രാസപ്രവർത്തനത്തിലൂടെ അമിനോ ആസിഡുകളായും RNA DNA എല്ലായിട്ട് ഏകകോശ ജീവികളായിട്ട് മാറുന്നതിൻ്റെ പിന്നിലുള്ള ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്ന ആ പ്രേരക ശക്തി ഉണ്ടല്ലോ, അത് കാലം തന്നെയാണ്. കാലത്തിനനുസരിച്ചാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇത് ഭൂമിക്ക് ചുറ്റും സൂര്യനെ കണക്ക് അതും സഞ്ചരിക്കുകയാണ് ആ രാജാവ്. എന്നിട്ട് 21 ലോകപാലകരോടുകൂടിയ രാജാക്കന്മാർ ജൈത്രയാത്ര ചെയ്യുന്ന ഇവന് അകമ്പടി വെച്ച് അവനെ സമീപിച്ച് കപ്പം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള രാജാക്കന്മാർ, അതായത് ഇന്നുള്ള മനുഷ്യരായ രാജാക്കന്മാർ, അവൻ സഞ്ചരിക്കുമ്പോൾ കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നു പറയുകയാണ്. കാരണം അവൻ്റെ അധീനത്തിലാണ് ഇവിടെ ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ രാജാക്കന്മാരെ എപ്പം തട്ടണമെന്ന് തീരുമാനിച്ചാൽ അത് തന്നെയാണ് വന്ന് തട്ടുന്നത്. അധർമ്മികളാകുമ്പോൾ എടുത്ത് ദൂരെ കളയും, സ്വാർത്ഥമതികളാണെങ്കിൽ ദൂരെ കളയും, വിഭാഗീയത ഉള്ളവരാണെങ്കിൽ എടുത്ത് ദൂരെ കളയും, ജാതി മതമെല്ലാം പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ദുഷിച്ച ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നവരാണെങ്കിൽ എടുത്ത് ദൂരെ കളയും. അതിലൊരു സംശയവും വേണ്ട. അതിനെ എല്ലാവരും ഒരേ മനുഷ്യരെ പോലെയാണ്. അതുതന്നെയാണ് ബ്രഹ്മമായി മാറുന്നത്. എല്ലാം ബ്രഹ്മമാണ്. ആ വീക്ഷണത്തിനോടുകൂടി പോകാത്തവരെ അവനെടുത്ത് ദൂരെ കളയുക തന്നെ ചെയ്യും. അവരുടെ സ്ത്രീകൾ ഇവനെ സാക്ഷാൽ വിഷ്ണുവായി കരുതും. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ രാജ്ഞിമാരെ ഇവൻ എന്തായിട്ടാണ് കാണുന്നത്? വിഷ്ണുവായിട്ട് കാണും. വിഷ്ണുവാണ്. അധർമ്മികളാണെങ്കിൽ അതാത് കാലഘട്ടങ്ങളിലെ രാജാക്കന്മാർ ഇവൻ. അപ്പം രാജാതിരാജനാണ്. ആദ്യം ഉണ്ടായ രാജാവ് ആ സൂര്യനിൽ നിന്നുള്ള ശക്തിവിശേഷം ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നു. ആ ജീവജാലങ്ങളിടക്ക് ഓരോ ആൾ ഭരിക്കാൻ വേണ്ടിയിട്ട് രാജാവായിട്ടെല്ലാം വരും. ഈ പറയുന്ന തരത്തിലല്ല ഭരിച്ചതെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെയെല്ലാം ദണ്ഡിക്കും. ഇപ്പം 22 പ്രജകൾക്ക് ജീവനോപായം ഏർപ്പെടുത്തി കൊടുക്കുന്ന ഇവൻ ഭൂമിയെ കറക്കും. അതാണ് പ്രജകൾക്ക് ജീവനോപായം ഏർപ്പെടുത്തി കൊടുക്കുന്ന ഇവൻ. ജീവജാലങ്ങൾ ഉണ്ടായിട്ട് ഭൂമിയിൽ ഭക്ഷിച്ച് തിന്ന് കുടിച്ച് ജീവിക്കാനുള്ള അവസരം ജീവികളെ സൃഷ്ടിക്കുന്നു. അതിലൂടെ ജീവജാലങ്ങൾക്ക് വേണ്ട ഭക്ഷണമെല്ലാം ഒരുക്കി കൊടുക്കുന്നതെല്ലാം എങ്ങനെയാണ്? ഇവൻ ഭൂമിയെ കറന്നുകൊണ്ട്, ഭൂമിയെ കറന്നിട്ടാണ് ഭൂമിക്ക് വേണ്ട. ഭൂമിയിൽ നിന്നാണ് നമ്മൾ കറന്നെടുക്കുന്നത്. ഒരു പശുവിനെ കറന്നിട്ട് നമ്മളെല്ലാം എടുക്കുന്നത് പോലെ ഇവിടെ ജീവികൾ ഉണ്ടായതും ഭൂമിയിൽ നിന്നാണ്. ഭൂമിയെ കറന്നിട്ടാണ്. ഭൂമിയിലെ രാസവസ്തുക്കൾ
രാസപ്രവർത്തനത്തിലൂടെ അമിനോ ആസിഡുകളായും DNA, RNA, DNA മൂലാവയിലൂടെ ജീവജാലങ്ങളായും സസ്യങ്ങളായും എല്ലാം പരിവർത്തനം ചെയ്ത് ഭൂമിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കറന്നെടുത്തിട്ടാണ് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതും. ആ ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി ചെടികൾ ഉണ്ടാക്കി, പഴങ്ങൾ ഉണ്ടാക്കി, അരി ഉണ്ടാക്കി അവനെ തീറ്റിച്ചിട്ട് അവന് തിന്നാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് ഭൂമിയെ കറന്നുകൊണ്ടാണ് ഇവിടെ എല്ലാം അവൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ ഭൂമിയെ കറന്നു. ഭൂമിയെ കറന്നിട്ടാണ്, ഭൂമിയിലെ വസ്തുക്കൾ കൊണ്ടാണ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നശിക്കുമ്പം ഭൂമിയിലേക്ക് തന്നെ പോകും. നീ മണ്ണാകുന്നു, നീ മണ്ണിൽ നിന്നാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണത്? ഭൂമിയിലെ വസ്തുക്കളെ കൊണ്ടാണ്, കറന്നെടുത്തിട്ടാണ് പ്രപഞ്ചത്തിലെ നമ്മളെ എല്ലാം സൃഷ്ടിച്ചതും. നമ്മൾ തിന്ന് നീ കുടിക്കും, നീ എന്തെങ്കിലും റോക്കറ്റ് ഉണ്ടാക്കാനെല്ലാം ഭൂമിയിൽ കറന്നെടുത്ത് കുടിച്ചെടുത്തിട്ടാണ് റോക്കറ്റിൻ്റെ ഇന്ധനവും എല്ലാ ബോഡികളും ഉണ്ടാക്കുന്നത്. അതെല്ലാം ആ ശക്തി വിശേഷമാണ് നിയന്ത്രിക്കുന്നത്. ഇന്ദ്രനെ പോലെ അവനെന്ത് ചെയ്യും? അവൻ്റെ ആയുധത്താൽ പർവ്വതങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് ഭൂമിക്ക് നിരപ്പാക്കി വെക്കും. മനുഷ്യരെ കൊണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യിപ്പിക്കുന്നു എന്ന് സാരം. പർവ്വതത്തിലും നിരപ്പാക്കി വെച്ചിട്ട് കൃഷി ചെയ്യിപ്പിച്ചിട്ട് ഭൂമിയെ കറന്നെടുക്കും. നമ്മൾ ഭൂമിയിലെ കറന്നെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. കുഴിച്ചിട്ട് പെട്രോൾ എടുക്കുകയാണ്, ക്രൂഡ് ഓയിൽ എടുക്കുകയാണ്. കുഴിച്ച് മണ്ണിലോട്ട് വളയിലോട്ട് വിത്തിട്ടിട്ട് ഭൂമിയിലുള്ള മണ്ണിനെയും വെള്ളത്തെയെല്ലാം വലിച്ചെടുത്തിട്ടാണ് ചെടികളിലൂടെ വളരുന്നതും പഴങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം. ഭൂമിയെ കറന്നിട്ടാണ്, പശുവെ കറന്നെടുക്കുന്നത് പോലെ. അപ്പം അവൻ ഭൂമിയെ കറന്നിട്ടാണ് ഭൂമിയെല്ലാം താക്കും, നിരപ്പാക്കിയെടുക്കും. അതായത് കൃഷിയെല്ലാം തുടങ്ങും ഇവൻ്റെ കാലഘട്ടത്തിൽ. അപ്പം ആ ശക്തിവിശേഷം സൂര്യൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിവിശേഷം. എന്നിട്ട് 23 സിംഹം വാൽ പൊക്കി നടക്കുന്നത് പോലെ ഇദ്ദേഹം ഞാണൊലിയുമായി ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ, സിംഹം വാലും പൊക്കി നടക്കുമ്പോൾ കാണാൻ എല്ലാവരും പേടിക്കും. വാല് താത്തിക്കുന്ന സിംഹമാരിയല്ല, സിംഹം വാൽ പൊക്കിക്കുകയാണെങ്കിൽ എല്ലാവരും പേടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ അധർമ്മികളെല്ലാം പേടിച്ച് 4 ഭാഗത്തേക്കും പോകും. അപ്പം ലോകത്തെ ഭരിക്കുന്ന ഒരു രാജാവുണ്ട്, കാലമാകുന്ന രാജാവ്. അത് സൂര്യനോടൊപ്പം സഞ്ചരിക്കുകയാണ്. അതാണ് ഇവിടെ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതും ഭരണാധിപന്മാരെ സൃഷ്ടിക്കുന്നതും തെറ്റായി നടക്കുമ്പോൾ എടുത്ത് ദൂരെ കളയുന്നതും. അപ്പോൾ അധർമ്മികളെല്ലാം അവനെ കാണുമ്പോൾ പേടിച്ചൊളിക്കും. കാരണം അത് എന്താണോ തീരുമാനിച്ചാമാരിയെ ലോകം പോവുകയും ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തപ്പോൾ ജാതിയില്ല മതമില്ലാതെ ഒരു സുന്ദരമായ ലോകം. ഇനി 24 സരസ്വതി നദിയുടെ തീരത്ത് വെച്ച് ഇദ്ദേഹം 100 അശ്വമേധയാഗങ്ങൾ നടത്തും. ഈ 100 എന്ന് പറയുന്നതെല്ലാം നമ്മൾ ഈ പ്രപഞ്ച കാലഘട്ടത്തിൻ്റെ അവസാനം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ദേവന്മാരുടെ 100 വർഷം, ബ്രഹ്മാവിൻ്റെ 100 വർഷം എന്നെല്ലാം പറയുന്നതാണ്. അപ്പം 100 അശ്വമേധയാഗങ്ങൾ ഇവൻ നടത്തുന്നുണ്ട്. 100 യാഗം ആരും നടത്തിയിട്ടുണ്ട്? ഇന്ദ്രനും നടത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ലോകത്തിൽ എന്ത് കർമ്മം പിന്നെ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞാണ്. ഏകദേശം സമം തന്നെയാണ്, ഇവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിക്കുവിലും നടത്ത ഏകോപിപ്പിച്ച് നടക്കുന്നത്. അപ്പം ഇന്ദ്രൻ സമം ഇവൻ. അതുകൊണ്ട് ഇന്ദ്രനെ പറ്റി അവിടെ പറയുകയാണ്. ഇന്ദ്രനും 100 അശ്വമേധയാഗം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇവൻ എന്തു ചെയ്യും? ഇവൻ്റെ കുതിരയെ അപഹരിച്ചേക്കാം. കാരണം ഇന്ദ്രനെ തന്നെയാണ് ഇവിടെ വേറെ രൂപത്തിൽ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ രാസപ്രവർത്തനത്തിനനുസരിച്ച് രാസപ്രവർത്തനങ്ങളെല്ലാം നടത്തി അതിനെ സാമ്പാറാക്കി മാറ്റുന്ന ശക്തിനെയാണ്, അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അവരെല്ലായിടത്തും ഉണ്ട് പ്രപഞ്ചത്തിൽ. അതേമാതിരി ഇതാണെങ്കിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് അവയെല്ലാം പരിപാലിച്ച് നോക്കി നടക്കുന്ന ശക്തിയാണ്. അത് രണ്ടുമെല്ലാം ഏകദേശം ഒന്ന് തന്നെ. അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തേക്കും? ഇവനെ
കുതിരയെ അപഹരിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ സമാനമാണ്. അങ്ങനെ 25 അവൻ തൻ്റെ ഗൃഹോദ്യാന പരിസരത്ത് ഒറ്റക്ക് വന്നു ചേർന്ന സർവജ്ഞനായ സനത് കുമാര മുനിയെ സമീപിച്ച് ഭക്തിയോടെ ആരാധിച്ച് ബ്രഹ്മജ്ഞാനത്തെ നേടും. അവസാനം അവൻ എന്ത് ചെയ്യും? സനത് കുമാരാദികളെ സമീപിച്ചപ്പോൾ ഇവൻ്റെ അടുത്ത് വരുന്ന സനത് കുമാരൻ ഇവൻ അവസാനം ബ്രഹ്മസ്നാനം ചെയ്തിട്ട് അവിടെ പോയി ലയിക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ട് അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ ലോകം അവസാനിക്കുമ്പോൾ ഇവന് പോയി ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. അപ്പോൾ എന്ത് പറയണം? അപ്പം ബ്രഹ്മജ്ഞാനം ലഭിക്കണമല്ലോ. അപ്പോൾ അവിടെ ഒരു സനത് കുമാരനെ പിടിച്ചിട്ടുണ്ട്. സനത് കുമാരൻ വന്നിട്ട് ഇവനോട് ഒറ്റക്കിരിക്കുമ്പോൾ ഒരു ദിവസം വന്നിട്ട് ഗംഗാതീരത്തിൽ വെച്ചിട്ട് ഇവൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങേര് വരുന്നു, അങ്ങേരെ ഭക്തിപൂർവ്വം സ്വീകരിക്കുന്നു. അദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകേണ്ട വഴി അവൻ നിസ്വാർത്ഥ കർമ്മം ചെയ്ത് കഴിഞ്ഞു. ഇനി അവസാനം എവിടെ പോകേണ്ട? ബ്രഹ്മസാക്ഷാത്കാരം. ഇതുവരെ കഴിഞ്ഞത് ഭൗതിക കാര്യങ്ങളാണ്. ഇനി അവസാനിക്കുമ്പോൾ എല്ലാവരും ഇവിടെ പോയി ബ്രഹ്മത്തിൽ പോയി ലയിക്കും. 26 ഇപ്രകാരം അവിടെ വെച്ച് ശ്രീഹരിയുടെ പലവിധ പ്രബന്ധങ്ങളെ അതാത് ഭാഷകളിലായിട്ട് ശ്രവിക്കുന്നതാണ്. പല ഭാഷകളിലായിട്ട് അവൻ ശ്രവിക്കുകയാണ് എന്ന് പറയുകയാണ്. ആര്? ഈ സനകാദികൾ. കാരണം ഈ എല്ലാ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പല നാടിൽ പല ഭാഷയിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബൈബിളായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വേറൊരിടത്ത് ഖുറാനായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഇവിടെ വേദങ്ങളായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കേൾക്കുമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് എല്ലാ തരത്തിലും കേൾക്കുകയാണ്. അല്ല, പല ഭാഷ അതാത് ഭാഷകളിലായിട്ട് ശ്രമിക്കുന്നതാണെന്ന് പറയുകയാണ്. അതായത് ലോകത്തിൽ അപ്പോൾ ഈശ്വരനെ പറ്റിയുള്ള വർണ്ണന ഓരോ നാട്ടിലും ജനങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടിട്ടുണ്ടാകും. അതാണ് ബൈബിള്, അത് തന്നെയാണ് ഖുറാന്, അത് തന്നെയാണ് വേദങ്ങൾ. ആദ്യം ഉണ്ടായത് വേദങ്ങളാണ്. വേദങ്ങളിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം എല്ലാ തരത്തിലും അവൻ കേൾക്കും. എന്നിട്ട് 27 പറയാണ്, തൻ്റെ തേജസ്സിനാൽ ലോകദ്രോഹികളെ ഉന്മൂലനം ചെയ്ത പൃഥ്വി ദിക്കുകളെയെല്ലാം വിജയിച്ച ശേഷം, എല്ലാ ലോകങ്ങളും ഇങ്ങനെ അടക്കി ഭരിച്ച ശേഷം, ഒരുവരും പ്രതിരോധിക്കാത്ത വിധത്തിൽ ആരും പിന്നെ അവനെ പ്രതിരോധിക്കാനുണ്ടാവില്ല. അതാണ് ലോകം ഒന്നമായിത്തീരുന്ന അവസാന ഘട്ടം. 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരതത്തിന് ശേഷം ലോകം ഒന്നായിത്തീരും. അപ്പോൾ ദേവാസുരന്മാരെല്ലാം പാടിപ്പുഴത്തുന്ന മഹിമയോടുകൂടി ഭൂമിയെ ഭരിക്കും. ദേവന്മാരും അസുരന്മാരും എല്ലാം അവനെ പാടിപ്പുഴത്തും. അവനാരില്ല, ശത്രുക്കളൊന്നുമില്ല, അവന് നിഷ്പക്ഷനാണ്, ആ ശക്തിയില്ല. അതായത് ഈ ലോകത്തെ മരിക്കുന്ന ആ സൂര്യന്, അല്ലെങ്കിൽ സൂര്യൻ്റെ പിന്നിലെ ആ പ്രേരക ശക്തിക്ക്, അല്ലെങ്കിൽ കാലത്തിന്, ആ രാജാവിന്, ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ജീവജാലം, അതിനെ പരിപാലിക്കുന്ന ആ ശക്തിവിശേഷം, ആ പൃഥ്വിനെന്തില്ല, എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് ദേവന്മാരും അസുരന്മാരും എല്ലാം അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് ഭൂമിനാഥനായി അദ്ദേഹം ഭരിക്കും. എത്ര കാലം വരെ? ലോകം അവസാനിക്കുന്ന കാലം വരെ.